സിനഡ് സമ്മേളനം നടക്കുന്നതിനിടെ കത്തോലിക്ക സഭാ നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. കാക്കനാട്ടെ സഭാസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലടക്കമുള്ളവരെ സന്ദർശിച്ചെന്നാണ് വിവരം. കൂടിക്കാഴ്ച പരാജയഭീതിയിലെന്ന് എളമരം കരീമും പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിൽ തെറ്റില്ലെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സാമുദായിക ശാക്തീകരണ വർഷമെന്ന നിലയിൽ സുപ്രധാനമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്ന സഭയുടെ സിനഡ് സമ്മേളനത്തിനിടെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിക്കും തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കുമൊപ്പം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. ഔദ്യോഗിക സന്ദർശനമല്ലെന്ന് സഭാ നേതൃത്വം പറഞ്ഞൊഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിന് പ്രാധാന്യമേറുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിലുൾപ്പെടെ സംസ്ഥാന സർക്കാരിനോടുള്ള സഭയുടെ അമർഷം നിലനിൽക്കെയാണ് സതീശന്റെ സന്ദർശനം. കൂടിക്കാഴ്ചയെക്കുറിച്ച് വി.ഡി. സതീശനോ സഭാ നേതൃത്വമോ പ്രതികരിച്ചിട്ടില്ല. പരാജയ ഭീതി കൊണ്ടാണ് സതീശൻ സഭാസ്ഥാനത്തെത്തിയതെന്നായിരുന്നു CPM പ്രതികരണം. അവരുദ്ദേശിച്ച രീതിയിലല്ല കണക്കുകൾ വരുമ്പോൾ, വിലയിരുത്തലുകൾ വരുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്നാണ് കണക്കാക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിൽ അസ്വാഭാവികതയില്ലെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അവരോട് സംസാരിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. ഞാനുമായി സംസാരിച്ചിരുന്ന ഈ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അവിടെ സെനഡ് നടക്കുകയാണ്. അവിടെ അവരെ കണ്ടാൽ എന്താ തെറ്റ്? ജനുവരി 10 വരെ നടക്കുന്ന സിനഡിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള 53 മെത്രാന്മാരാണ് പങ്കെടുക്കുന്നത്. മീഡിയ 1 കൊച്ചി.